അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു വഖഫ് ചെയ്യുക എന്നുള്ളത്. വഖഫ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയാം. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്കിൻ്റെ അവസാനത്തിൽ എങ്ങനെയാണ് നിർത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതിൻ്റെ രണ്ടാം പാർട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ അത് മനസ്സിലാക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇവിടെയുള്ള ഈ ഉദാഹരണങ്ങൾ, അതിലുള്ള ഓരോ ഭാഗങ്ങളാണ്, അതിൻ്റെ ഓരോ പാർട്ടുകളാണ് തിരിച്ചിട്ടുള്ളത്. ഉദാഹരണം, നിദാഅൻ ഖഫിയ, നിദാഅൻ ഖഫിയ. അവിടെ ഖഫിയൻ എന്നതിൻ്റെ അവസാനത്തിൽ വന്നത് തെൻവീനാണ്. തെൻവീൻ ഫത്ഹാണ്. നിദാഅൻ എന്നുള്ളിടത്തും തെൻവീൻ ഫത്ഹാണുള്ളത്. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹംസയുള്ള സ്ഥലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിദാഅൻ എന്നാണ് ഉണ്ടാവുക. ഹംസയുള്ള സ്ഥലത്താണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ നിദാഅ, നിദാഅ. ഖഫിയൻ എന്നുള്ളിടത്ത് ഖഫിയ, തൻവീൻ ഫത്ത് ഉള്ളിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ അവസാനത്തിൽ ഒരു അരിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. ഖഫിയ, നിദാഅ. ഷഖിയ, ഷഖിയൻ എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഷഖിയൻ എന്ന വാക്കാണ് എത്തിയതെങ്കിൽ ആ ഒരു തൻവീൻ ഫത്ത് ഉണ്ടല്ലോ, ഷഖിയ. റബ്ബി റളിയ, റബ്ബി റളിയ. മിൻ ഖബ്ലു സമിയ, ലയാലിൻ സവിയ. ഇങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. സവിയ, സമിയ, റളിയ, ഷഖിയ, ഖഫിയ. അപ്പോൾ ഇവിടെ തൻവീൻ ഫത്ത് ഉള്ളിടത്താണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനിയുള്ളത് ഫത്ത്, കസ്ർ, ലൊമ്മ്. ഇവിടൊക്കെ ആണെങ്കിൽ അവിടെ സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ദിക്റു റഹ്മതി റബ്ബിക്, ദിക്റു അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ദിക്ർ. റഹ്മത്തി എന്നുള്ളിടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ ദിക്റു റഹ്മത്ത്, ദിക്റു റഹ്മതി റബ്ബിക്. കാഫിന് സുക്കൂൻ കൊടുത്തു. ഖുദിൽ കിതാബ്, ഖുദിൽ കിതാബ്. ഖുദ് അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖുദ്, ഖുദിൽ കിതാബ്. യൗമ വുലിദ വ യൗമ യമൂത്ത്. യൗം, വുലിദ്, യൗം എന്നുള്ളിടത്ത് വഖഫ് ചെയ്തപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മീമിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് വാവിന് സുക്കൂൻ വന്നു. മദ് ലീനാണ്. മദ് ലീനിൻ്റെ അക്ഷരങ്ങൾ വാവും യാവും. ഇതിന് സുക്കൂൻ ഉണ്ടെങ്കിൽ അവിടെ വഖഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം വാവോ യാവോ വരികയും അതിന് സുക്കൂൻ ഉണ്ടാവുകയും ചെയ്താൽ മദ് ലീന് വരും. അവിടെ പ്രത്യേകമായിട്ട് ഒന്ന് നീട്ടേണ്ടതാണ്. യൗം, യൗമ വുലിദ് വയൗം, യൗമ വുലിദ യൗമ വുലിദ വയൗം. അവിടെ ഒന്നും ഇപ്പം എന്ത് ചെയ്യില്ല, നമുക്ക് വഖഫ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ശ്വാസം മുട്ടി, ശ്വാസം നിന്നു എന്ന് വെച്ചാൽ അവിടെ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അവസാനത്തിൽ നിർത്തണമല്ലോ. അപ്പോൾ ആ ഒരു നിർത്തുന്ന രൂപമാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ അവസാനത്തിൽ ഇടയിലൊക്കെ നമ്മൾ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നും കൂടി എടുത്തിട്ട് അതിന് മുമ്പുള്ള വാക്കുകൾ ഒന്നും കൂടി എടുത്തിട്ട് ഓതുകയാണ് നല്ലത്. യൗമ വുലിദ വയൗമ യമൂത്ത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതുള്ളത് ഒരക്ഷരങ്ങൾ, അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ക്ലാസ്സുകൾ മുൻകഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചാനലുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അലിഫ് ലാം മീം സ്വാദ്. ഇവിടെ സ്വാദിന് സുക്കൂൻ കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ആ സുക്കൂൻ കൊടുത്തതിന് ശേഷമേ അടുത്ത വാക്ക് ഉച്ചരിക്കാൻ പറഞ്ഞു. നിർത്തി ഓതി ഈ ആയത്തിൽ ഇവിടെ എന്ത് ചെയ്തു, ഈ ഹർഫിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. നമ്മൾ തുടങ്ങുകയാണെങ്കിലും നേരെ ഈ ഹർഫുകളുണ്ടല്ലോ, ഈ അലിഫ് ലാം മീം സ്വാദ്, ഇവിടെ ഇത് ഓതിയിട്ടാണ് എന്ത് ചെയ്തു, അടുത്ത് നേരെ നിർത്താതെ പോവുകയാണെങ്കിലും ഇവിടെ സുക്കൂനാണ് ചെയ്യേണ്ടത്. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ വരും. അപ്പോൾ അതിൻ്റെ ക്ലിക്ക് ചെയ്താൽ മതി. അലിഫ് ലാം റാ,
അലിഫ് ലാം മീം. ഇനി അടുത്ത ഉദാഹരണത്തിലേക്ക് നോക്കാം. ബി ഗുലാമിൻ, തൻവീൻ കസ്ർ വന്നാൽ, നേരത്തെ വന്ന് തൻവീൻ ഫത്ത്ഹാണ്, തൻവീൻ കസ്ർ വന്നാൽ അവിടെ വഖഫ് ചെയ്യേണ്ടത്, വഖഫ് ചെയ്യുമ്പം ബി ഗുലാം സുക്കൂൻ കൊടുത്തിട്ടാണ്. ഫത്ത് വരുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൂ. കസ്റാണ് വരുന്നതെങ്കിൽ അവിടെ ബി ഗുലാം സലാസലയാൽ, അവിടെ അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ യംസസ്നി ബഷർ, കണ്ടില്ലേ ഇപ്പുറത്തെ ഉദാഹരണം, യംസസ്നി ബഷർ ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ, ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. തൻവീൻ്റെ ശേഷം പിന്നെ സുക്കൂനാണ് വന്നത്, സീനിന് സുക്കൂനാണ് വന്നത്. ബിഗുലാമിൻ, അപ്പോൾ സുക്കൂൻ വന്നു അല്ലേ. ബി ഗുലാമിൻ എന്ന് വന്നപ്പോൾ തെൻവീൻ എന്ത് ചെയ്തു, ആ നൂനിന് സുക്കൂനാണ്. അതിന് ശേഷമുള്ള സീനിനും സുക്കൂനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നു. അപ്പോൾ അത് വരാൻ പാടില്ല, രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാൻ പാടില്ല. അതുകൊണ്ടാണ് ബി ഗുലാമിൻ ഇസ്മുഹു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തെൻവീനുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തെൻവീൻ കസറുള്ള സ്ഥലത്ത് അതിൻ്റെ ഇടയിൽ വസലിൻ്റെ അംസയും അതുപോലെ തന്നെ സുക്കൂനൊക്കെ വരുമ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ എന്ത് ചെയ്യണം, പിന്നെ ബി ഗുലാം മിൻ എന്നുള്ളതാണല്ലോ, ആ നൂനിന് എന്ത് ചെയ്യുക, നമ്മൾ ഉച്ചാരണത്തിൽ വരുന്ന നൂനുണ്ടല്ലോ, തെൻവീനാണെങ്കിലും ഉച്ചാരണത്തിൽ മിൻ എന്ന് വന്നല്ലോ. അപ്പോൾ ആ നീ എന്ന് പറയുന്നതിന് പകരം മിനി, ബി ഗുലാമിൻ ഇസ്മുഹു യഹ്യ, അങ്ങനെയാണ് ഓതേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ, അഹദുൻ എന്നാണുള്ളത്, അഹദുൻ. അവിടെ വഖഫ് ചെയ്തപ്പോൾ അഹദ് എന്ന് പറഞ്ഞു. വഖഫ് ചെയ്യുന്നില്ലെങ്കിലാണ് ഈ പിന്നെ നിയമം വരുന്നത്. വഖഫ് ചെയ്യുകയാണെങ്കിൽ ബി ഗുലാം ഇസ്മുഹു യഹ്യ എന്ന് പറഞ്ഞാൽ മതി. അവിടെ വഖഫ് ചെയ്യുന്നില്ല എങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, അവിടെ വഖഫ് ചെയ്തപ്പം പ്രശ്നമില്ല. ഇനി വഖഫ് ചെയ്യാതെയാണ് ഓതുന്നതെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സ്വമദ്, അവിടെ ചെയ്തു അഹദുൻ എന്ന് വന്നു. അഹദുൻ എന്ന് പറഞ്ഞപ്പോൾ നൂനിന് സുക്കൂൻ വന്നു. അതിന് ശേഷമുള്ള നമ്മൾ ഉച്ചാരണത്തിൽ വരുന്ന കൂട്ടി വായിക്കുമ്പോഴാണ് പറഞ്ഞത്. ഓരോ ആയത്തിൻ്റെ അവസാനത്തിൽ എന്ത് ചെയ്യാൻ നിർത്താണ് നല്ലത്. ഇനി ഒരാൾ കൂട്ടി വായിക്കുമ്പോൾ അപ്പോൾ അവിടെ അഹദുൻ എന്ന് സുക്കൂനുള്ള നൂന് വന്നു, ഉച്ചാരണത്തിൽ സുക്കൂനുള്ള നൂന് വന്നു. അതിന് ശേഷമുള്ള ലാ അല്ലേ, അള്ളാ എന്നല്ലല്ലോ വായിക്കണം. നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ആ വസലിൻ്റെ അംശം ഒഴിവാകുന്നതാണ്. അപ്പോൾ ലാ എന്ന വന്ന് ഷദ്ദുള്ള ലാമാണ്. ഷദ്ദുള്ള ലാം വരുമ്പോൾ അവിടെ ലാമ് എന്നുള്ളത് എന്താണ്, ലാ എന്ന് പറയുമ്പോൾ ല് പ്ലസ് ലാ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സുക്കൂൻ വന്നു. അപ്പോൾ ഇവിടെ അഹദുൻ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവിടെ നൂന് സുക്കൂൻ വന്നു, രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നു. അപ്പോൾ അത് പ്രയാസമാണ്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അഹദുനില്ലാഹു സ്വമദ് എന്ന് പറയേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ഓതേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹു സ്വമദ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബി ഗുലാമിൻ ഇസ്മുഹു യഹ്യ സലാസ ലയാൽ മിൻ ലദുന്നാ വസകാഹ്. അവിടെ ഹാത്ത ആണ്, ഹാത്താണ് തെൻവീൻ ഫത്ത് ആണ്. നേരത്തെ പറഞ്ഞിടത്തിൽ എന്താണ്, തെൻവീൻ ഫത്ത് ആണ്. തെൻവീൻ ഫത്ത് വന്നാൽ എന്ത് ചെയ്യണം, അല്ല ഇവിടെ എന്താണ്, ഹാത്ത ആണ്. ഹാത്ത ആയതുകൊണ്ട് പിന്നെ വഖഫ് ചെയ്യുമ്പോൾ ഒരു ഹ് എന്ന് പറയുന്ന ഒരു സൗണ്ടിലാണ് അവസാനിക്കേണ്ടത്. മില്ലദുന്ന വസകാഹ് യംസസ്നി ബഷർ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മില്ലദുന്ന അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അലിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മില്ലദുന്ന സലാസ ലയാൽ, സലാസ് എന്നുള്ളടത്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ സലാസ്. ഇനി അടുത്തത് ഖാല ഇന്നമാ അന റസൂൽ. റസൂൽ വഖഫ് ചെയ്തു, ലാമിന് സുക്കൂന്. തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് മദ് ആരിൽ വരുന്നു. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നീട്ടിയതിന് ശേഷമാണ് നിർത്തേണ്ടത്. അന റസൂൽ. ഖാല ഇന്നമാ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇന്നമാ സാധാരണ നീട്ടൽ നീട്ടിയാൽ മതി. ആ നീട്ടൽ കൂടുതലായിട്ട് വരുന്ന എപ്പോഴാണ്, ചേർത്ത് വായിക്കുമ്പോഴാണ്. ഖാല ഇന്നമാ അന റസൂൽ. അതിൻ്റെ ബാക്കിയുണ്ട്. ബാക്കി എന്ത് ചെയ്യുക, ഇപ്പോൾ വഖഫ് ചെയ്യേണ്ടതാണല്ലോ ഇപ്പോൾ നമ്മൾ പഠിക്കണേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്ത് ഓരോ വാക്കുകളായിട്ട് കൊടുത്ത്. അന എന്ന പിന്നെ അന എന്ന് വായിക്കാൻ പാടില്ല, അന റസൂൽ
അന എന്ന ആ അലിഫിൻ്റെ മുകളിൽ ഒരു അലിഫ് പിന്നെ ഒരു പൂജ്യം കണ്ടില്ലേ, അപ്പോൾ അതെന്ത് ചെയ്യണം, ഉച്ചാരണത്തിൽ ചേർത്ത് വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരികയില്ല എന്നർത്ഥം. നേരെ മറിച്ച് അവിടെ വഖഫ് ചെയ്യാണ്. ഖാല ഇന്നമാ അന, അന എന്നല്ല അന, ഖാല ഇന്നമാ അന, ഖാല ഇന്നമാ അന. അവിടെ അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. വഖഫ് ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ ഇനി നമ്മൾ എന്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് നിർത്തേണ്ട ഒരു അവസ്ഥ വന്നാൽ, ശ്വാസം നിന്ന് പോയാൽ എന്ത് ചെയ്യണം, ആ ഒരു രൂപമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഓരോ ചിഹ്നങ്ങളുണ്ടല്ലോ, ജീമ് മീമ് ഇതൊക്കെ ഉണ്ടല്ലോ, ഖീല ഇതൊക്കെ എന്താണ്, പിന്നെ ഖീല എന്ന് പറഞ്ഞാൽ ഏറ്റവും അവിടെ വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലതെന്നല്ലേ. ജീം എന്താണ്, വഖഫ് ചെയ്യൽ ജായിസ എന്നൊക്കെ ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുക, അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, വഖഫ് ചെയ്യേണ്ടത്. അതെന്താണ്, സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ച് അതിൻ്റെ ക്ലാസ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ച് ഒരു സ്റ്റോപ്പാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇനി അതിൻ്റെ ഇടയിൽ നിർത്തേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വ ഇന്നി ഖിഫ്ത് അവിടെ നിർത്തിയപ്പോൾ വ ഇന്നി ഖിഫ്തുൽ മവാലി, മവാലിയ എന്നാണുള്ളത്. നിർത്തിയപ്പോൾ യാ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, പിന്നെ യാന് സുക്കൂൻ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം കസറാണ്, ലാമിന് കസർ, യാന് സുക്കൂൻ വന്നാൽ പിന്നെ എന്ത് ചെയ്യും, അത് നീട്ടാനുള്ള അക്ഷരമായി മാറി. അതെന്താണ്, പിന്നെ അതിൻ്റെ എന്ത് ചെയ്തു, പിന്നെ സുക്കൂൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ യാന് സുക്കൂൻ കൊടുത്തു, ലി ഈ എന്ന് പറയാൻ പാടില്ല, ലീ, അപ്പോൾ നീട്ടാനുള്ള അക്ഷരമായി മാറുകയാണ്. ലു എന്നാണെങ്കിൽ ലുവ എന്നുള്ളിടത്താണെങ്കിൽ ഇപ്പോൾ ഹുവ എന്നുള്ളിടത്താണെങ്കിൽ ആ വാവിന് സുക്കൂൻ കൊടുത്താൽ പിന്നെ എന്തായി, ഹു എന്നായി മാറി. ലാ ഇലാഹ ഇല്ലാഹു, അവിടെ അങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നി ഖിഫ്തുൽ മവാലി വറഹ്മതം മിന്നാ, മിന്ന അലിഫ് കൊടുത്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. വറഹ്മ അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ വറഹ്മ. ثم استوى على ثم استوى لتنذر به അവിടെ വഖഫ് ചെയ്യേണ്ടത് ലിതുൻദിറ ബിഹി എന്നുള്ളതാണ്. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ലിതുൻദിർ, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, റാഇന് സുക്കൂൻ വന്നു, ലിതുൻദിർ റാഇന് സുക്കൂൻ വന്നു, തൊട്ട് മുമ്പിൽ കസർ ആയതുകൊണ്ട് റാഇന് തർക്കീക്ക് ചെയ്തിട്ടാണ് ഓതേണ്ടത്. അപ്പോൾ ലിതുൻദിർ, അപ്പോൾ റാഇന് സുക്കൂൻ കൊടുത്തു, അതിന് മുമ്പുള്ളത് കസർ ആയതുകൊണ്ട് തർക്കീക്ക് ചെയ്തിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. മിൻ ദൂനിഹി എന്നുള്ളത് മിൻ ദൂനി ഫജാഅഹാ ബഅസുനാ, ഫജാഅഹാ അവിടെ വഖഫാണ്, ഫജാഅഹാ ബഅസുനാ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ മുൽക്ക് ജസ്റ്റ് ഒന്ന് പാരായണം ചെയ്ത് നോക്കാം. അതിൻ്റെ ഓരോ വാക്കുകൾ എങ്ങനെയാണ് നിർത്തേണ്ടത്. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ നിർത്തുകയാണെങ്കിലും ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ വഖഫ് ചെയ്യണമെന്ന് ഏകദേശം മനസ്സിലുണ്ടാവുമെന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവിടെ ഓരോ വാക്കിലും നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. തബാറകല്ലദീ ബിയദിഹി تبارك الذي بيده الملك تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة موت مدلين. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور.
الذي خلق سبع سماوات الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. അപ്പോൾ വഖഫിലുള്ള ഏകദേശം സംശയങ്ങൾ തീർന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനൊക്കെയാണ്, അപ്പോൾ അത് നല്ലവണ്ണം ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പരമാവധി എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് കേൾക്കുന്നതിൻ്റെയൊക്കെ പുറമെ കേൾക്കുന്ന ആളുകളൊക്കെ ലൈക്ക് അടിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. കേൾക്കുന്ന ആളുകൾ പരമാവധി കേൾക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും അതിൻ്റെയൊക്കെ പുറമെ കമൻ്റായിട്ടും അതുപോലെ തന്നെ മറ്റേ ലൈക്കൊക്കെ ആയിട്ട് പരമാവധി ഒക്കെ ചെയ്താൽ നമ്മുടെ ഈ വീഡിയോക്ക് കൂടുതൽ റീച്ച് കിട്ടാനൊക്കെ കാരണമാകും എന്നറിയിക്കുകയാണ്. ഏതായാലും കേൾക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒരു ലൈക്കും കൂടി അടിച്ചാൽ അപ്പോൾ അതിൻ്റെ കൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യാൻ, വേറെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്താൽ കൂടുതൽ പറയാൻ കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. കാരണം ലൈക്ക് അടിച്ചാലും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചാലാണ് കൂടുതലായിട്ട് നമ്മുടെ ഈ വീഡിയോക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ കാരണമാകുമൊക്കെ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഗവൻ്റെ പരമാവധി സഹകരിക്കുക. കാരണം എന്താണ്, മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ കൂടുതലായിട്ട് എത്താൻ നിങ്ങളെ കൊണ്ടുള്ള ഒരു സഹായകമാകും. അപ്പോൾ അതിനൊക്കെ പ്രതിഫലം ഓരോരുത്തർക്കും കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളും പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഇഖ്ലാസോടുകൂടെ നിയ്യത്തോടുകൂടെ നല്ല നിയ്യത്തോടുകൂടെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനൊക്കെയാണ്, കൂടുതലായിട്ട് ഖത്മുകൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ശേഷമുള്ള ദുആയിൽ എന്നെയും കുടുംബത്തെയും ഒക്കെ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.